ഹലോ, ഒരു സ്പെഷ്യൽ ബീഫ് സ്റ്റൂ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് 1 കിലോ ബീഫ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കുക്കറിൽ ആദ്യത്തെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ കേട്ടതിന് ശേഷം ഒരു 25 തൊട്ട് 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, പച്ചമുളകും മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ആ സമയത്ത് നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി എണ്ണയൊക്കെ മാറി കുറച്ച് ഗ്രേവിയോട് കൂടി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് സ്റ്റൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലേ. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ അപ്പോൾ കഴിക്കാനായിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. ഈ ഗ്രേവിയിൽ നിന്നും നമ്മളിത് ബീഫ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ബീഫിൻ്റെ സ്റ്റോക്കിലേക്ക് നമ്മളിപ്പോൾ ആദ്യം കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കറിവേപ്പിലയും ചേർത്തിട്ടുള്ളൂ. അതിന് സെപ്പറേറ്റ് ഉപ്പൊന്നും ചേർക്കണ്ട. പകരം അതിലേക്ക് 2 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും കൂടെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞതുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതൊക്കെയാണല്ലോ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ അത് ഇടുക എന്നുള്ളതാണ്. ചിലവർ കോളിഫ്ലവർ ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രമേ ഇടുന്നുള്ളൂ. പ്രത്യേക ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇതും ആ ഒരു സ്റ്റോക്കിൽ കിടന്ന് ഒരു വിസിൽ വന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോഴേക്കും പാൻ ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കുരുമുളക്, മുഴുവൻ കുരുമുളകും, കുറച്ച് കറുവപ്പട്ട, ഏല, വനസ്പതി, ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് 2 സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സവാളയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. കരിയിച്ച് കളയണ്ട, കുറച്ച് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുഞ്ഞുള്ളിയും ആ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഇത്തിരി ഡ്രൈനെസ് തോന്നുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് എപ്പോഴും കുറുമ റെഡിയാക്കേണ്ടത്, അതായത് ഇസ്റ്റു റെഡിയാക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ നല്ല നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കണം. ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി പോലെ തന്നെ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ചാനലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുക. ആവശ്യമുള്ളവരൊന്ന് കയറി കണ്ടേക്കുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ബീഫിൻ്റെ സ്റ്റോക്കിൽ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തിള വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 2-ാം പാലും 3-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം, തേങ്ങാപ്പാൽ. അപ്പോൾ ഈ 2-ാം പാലും 3-ാം പാലും നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാനെപ്പോഴും ഈ ഒരു കറിക്ക് എപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു പിടി കാഷ്നട്ടും കൂടെ ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും, നല്ല രുചിയായിരിക്കും. അത് ഉണ്ടാക്കി ഉടനെ കഴിക്കരുത്, 1 മണിക്കൂറിന് ശേഷം മാക്സിമം എടുക്കുക. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ എടുക്കുന്ന ടൈമിലാകുമ്പോഴേക്കും സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2-ഉം 3-ഉം പാലും നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ചെറു തീയിൽ അടച്ച് വയ്ക്കണം. അപ്പോൾ ബീഫ് തേങ്ങാപ്പാലിൽ കിടന്നിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ള കാരണം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഫൈനലി 1 ടീസ്പൂണോളം ഗരം മസാല, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല. പിന്നെ അതേ ഫൈനലി നമ്മളിതിലേക്ക് കുറച്ച് നമ്മുടെ 1-ാം പാൽ, ഒരു 1/4 ഗ്ലാസ് ഉണ്ടാവുള്ളൂ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു, ബൈ ബൈ.